ആര് കൊളാമ്പിക്കോയാണോ? ആരാണ്? ആര് കൊളാമ്പിക്കോയാണോ? ആരാണ്? അത് പിന്നെ ഇവിടുന്നാണ് താമരശ്ശേരി ചൊരന്ന്. പേര് പേര് മുഹമ്മദ്. ഞാൻ വെളിച്ചെണ്ണ കുപ്പിയായിട്ട് വരാം. നിങ്ങൾ എന്റെ ഉസ്താദ് ആകുമോ? വെറും വെളിച്ചെണ്ണയല്ല, പിടിച്ചാ കിട്ടാത്ത വെളിച്ചെണ്ണ, അയമുട്ടി വെളിച്ചെണ്ണ. അല്ല, വിശ്വാസിയാണ്. അതാ ചോദിച്ചത്. എന്നിട്ട് എന്താ പേര് പറയാത്ത മടി? നല്ല ഒരു ഇസ്ലാമിക് പേരൊക്കെ അല്ലേ, എന്നിട്ട് പറയാൻ അത്ര മടിയാണോ? നല്ല ഇസ്ലാമിക് പേരാന്ന് ഇനി പറയണ്ട. പക്ഷെ പേര് എന്നാണ്, അത് തന്നെയാണ്. രണ്ടിനാ എന്റെ പാടെന്ന് അറിയാൻ വേണ്ടി വിളിക്കാം. അല്ല, ഇക്കാലം വരെ ഇതിൽ നിന്നിട്ട് ആരെങ്കിലും നിന്റെ ഇതിലേക്ക് ചേർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഏതിലേക്ക്? നിന്റെ മതത്തിലേക്ക്. എന്റെ മതം? എനിക്കിപ്പോ മതം ഇല്ലല്ലോ. എന്ത് ചെയ്യാനാ? തലക്ക് സുഖമില്ലാതെ മതമില്ലാട്ടോ ഈ സംഖ്യ അല്ലേ? സംഖ്യ എന്ന് പറയുന്ന മതാണോ? പിന്നെന്താ? അത് ശരി. അപ്പൊ അതായത് ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാമ്പ് കളക്ഷൻ നടത്തുന്നില്ലേ, അതും ഒരു ഹോബിയാണെന്നാണ് അപ്പൊ നിങ്ങൾ പറയണത്? അല്ല, നീ സംഖ്യന്റെ ഇതിലാണ് കാണല്. എന്നെ മുസ്ലിങ്ങളെ മാത്രം വിമർശിക്കുന്ന ഇതിലല്ല. അതിപ്പോ പേ പിടിച്ച മതം ഇസ്ലാം ആയതുകൊണ്ട് നമ്മൾ അതിനെ വിമർശിക്കും. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ? അതിന് ഇത് കുറച്ച് വേണം. തലക്ക് പ്രാന്ത അല്ല, ബുദ്ധി. എനിക്ക് പേ പിടിച്ചിട്ട് അതാ കൊളാമ്പിന്ന് പേരിടാൻ കാരണം. നമ്മളൊക്കെ തുപ്പ തൂറ പാത്തൊക്കെ ചെയ്യുന്ന സാധനമാണ് കൊളാമ്പി. കോളാമ്പി കൂടെ അല്ലേ നിങ്ങൾ 5 നേരം ബാങ്ക് കൊടുക്കണേ? അപ്പൊ അത് സഹിച്ചോളാം. നിങ്ങൾക്ക് കോളാമ്പി കൂടെ ബാങ്ക് വിളിക്കാമെങ്കിൽ എനിക്ക് കോളാമ്പി കൂടെ വീഡിയോയും ചെയ്യാം. കോളാമ്പിയായിട്ട് വ്യത്യാസമുണ്ട്. അതാ പറഞ്ഞേ നിങ്ങൾക്ക് കോളാമ്പി കൂടെ ബാങ്ക് വിളിച്ച ആളുകളുടെ ചെവി പൊട്ടിക്കാമെങ്കിൽ എനിക്ക് കോളാമ്പി കൂടെ വീഡിയോ ചെയ്യാനും പറ്റും. അല്ല, അറിയേണ്ട എന്താണ് എനിക്ക് എങ്ങനെയാണ് എന്റെ മതം വിടാൻ കാരണം എന്താണ്? മതം വിടാൻ കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ ഒരു ആശയമായതുകൊണ്ട്. ഇസ്ലാം മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട്? ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ്, ഇസ്ലാം മതേതരത്വ വിരുദ്ധമാണ്, ഇസ്ലാം മാനവിക വിരുദ്ധമാണ്, ഇസ്ലാം തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്. കാരണം സ്ത്രീ വിരുദ്ധം. പിന്നെ മഞ്ഞ പുരുഷൻ നിന്നെ പോലത്തെ ഒരാള് കണ്ണ് 5-6 പെണ്ണ്. ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നിന്നെ പോലെ 4-5 ഭാര്യത്തെല്ലാം പറയുന്ന ഒരു കിതാബല്ലേ ഇസ്ലാം. അത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമാണ്? അതെ, അതെന്നാ ചോദിക്കുന്നത്. നിന്റെ ഭാര്യത്തെല്ലാം പറയുന്ന ആയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് ഇസ്ലാമല്ല. ഖുറാനിലുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയന്നാൽ നിങ്ങൾക്ക് ഭാര്യ അടിക്കാം. അതിനോട് അത് സ്ത്രീ വിരുദ്ധമാണോ അല്ലേ? അത് സ്ത്രീ വിരുദ്ധമാണോ അല്ലേ? സ്ത്രീവിരുദ്ധ ആണെങ്കിൽ ഇപ്പൊ ഇത് പറയോ? ആണെങ്കിലെന്നോ? അത് ശരി. അപ്പൊ സ്ത്രീയെ നിങ്ങൾക്ക് അടിക്കാം എന്ന് പറയുന്നു. അപ്പൊ ഇസ്ലാമിൽ അത് കിതാബിൽ ഖുറാനിൽ എഴുതി വെച്ച സാധനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് പറയുന്നു അത് പ്രശ്നമില്ല എന്ന്. ഇതന്നെയാണ് ഇസ്ലാമിന്റെ കുഴപ്പം. ഇസ്ലാമിലെ തെണ്ടിത്തരങ്ങൾ നിങ്ങൾക്ക് വളരെ മാന്യമായ സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നു. ഇതാണ് ഈ പേ പിടിച്ചാലുള്ള അവസ്ഥ. ഇത് പറ്റൂല. നിന്നെ പോലത്തെ 4 കെട്ടുന്ന നമ്മളിപ്പോ ഉള്ള കാര്യം പറഞ്ഞല്ലോ. 4 കെട്ടുന്നത് അവിടെ നിൽക്കട്ടെ. മുഹമ്മദ് നബി ഇവിടെ 10-40 പെണ്ണുങ്ങൾ പൂശി നടന്ന കഥയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാന്തോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടെങ്കിൽ നിങ്ങൾ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഉദാഹരണം ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അല്ലാതെ വെറുതെ ഇങ്ങനെ കാട് കയറല്ലേ. ചൂടായി പോണേ. ചൂടല്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറയുന്നത്. ഇറങ്ങി അങ്ങനെ പറയാ. ചൂടല്ലല്ലോ, ഉള്ള കാര്യം പറയുമ്പോ നിങ്ങൾ കിടന്ന് മെഴുകല്ലേ. കാര്യം പറയും. ഉള്ള കാര്യമാണത്. പിന്നല്ല, നിങ്ങൾ ഖുറാൻ എടുത്ത് വായിക്കേ. ഈ കാലം വരെ ഡിബേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഉള്ള കാര്യം നീ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തോരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞത് മുഴുവൻ ഉള്ളതല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഉസ്താദ് നമ്മൾ പറഞ്ഞ നുണയാണെന്ന് കാണിച്ചത് നിങ്ങൾ ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ ഈ പണി ഇവിടെ നിർത്തും, കലിമേൻ ചൊല്ലും. ഒന്നല്ല 100 കാണിച്ചത്. അന്ന കാണിച്ചത്, ഒരെണ്ണം കാണിച്ചതാ. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാര് നമ്മളെ തിരുത്തിയതിന്റെ ഒരു ഉദാഹരണം കാണിച്ചാ ഞാൻ കലിമേൻ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. കിട്ടിയ തെറ്റാണെന്ന് നമ്മൾ പറയുമല്ലോ. ഞാൻ ഇനിയും കെട്ടാൻ നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. കെട്ടാനിപ്പോ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇനിയിപ്പോ അടിമയെ ഞാൻ വെച്ച് പൂശിന്ന് വരും. എനിക്ക് വേറൊരു രാജാവ് എനിക്ക് മാര്യത്തിൽ കിബിത്തിയെ സമ്മാനമായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ വാങ്ങിച്ച് പൂശും. ഞാൻ ചോദിക്കട്ടെ, ഇനി നിരീശ്വരവാദിയാണെങ്കിൽ എല്ലാ മതത്തിനെയും പറയണ്ടേ? ഇനിയിപ്പോ പറയാ അറിയാം. ഇനിയിപ്പോ രാത്രിയാന്നാ പറയാ. അത് തെറ്റന്നല്ലേ? കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്. ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. ഒരു ഉദാഹരണം പറയും. ഞാൻ പറഞ്ഞതിന് ഉദാഹരണം പറയും. ഞാൻ അങ്ങനെ പകലും രാത്രിയാണെന്നും അങ്ങനെ ചന്ദ്രനെ പിളർത്തിയെന്നൊന്നും ഞാൻ പറയാറില്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു സാധനം പറയും. ഇവിടെ പേ പിടിച്ച മതത്തെയാണ് ഞാൻ വിമർശിക്കുള്ളൂ. അത് ഇസ്ലാമാണ് ഇപ്പൊ പേ പിടിച്ച മതം. അങ്ങനെ ഒരു നിയമമില്ല. നിരീശ്വരവാദിയാണെങ്കിൽ എല്ലാ മതത്തെയും വിമർശിക്കണം ഒരു നിയമമില്ല. ഞാൻ എക്സ് മുസ്ലിമാണ്, നിരീശ്വരവാദിയൊക്കെ പിന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് പ്രശ്നം. ഞാൻ എക്സ് മുസ്ലിമാണ്. എനിക്ക് പ്രശ്നം ഇസ്ലാമാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.